പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലം കൈയാണ് ബിജെപി അധ്യക്ഷൻ അമിത് ഷാ. ഇത്തവണ അമിത് ഷാ മത്സരിക്കുന്നുമുണ്ട്. അമിത് ഷാ വെറുതെയല്ല മത്സരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. ഇതിനിടെ ശക്തമായ തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. മോദി വീണ്ടും അധികാരത്തിലെത്തിയാൽ അടുത്ത ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആയിരിക്കുമെന്ന് കേജ്രിവാൾ പറയുന്നു. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഗോവയിലെ പൊതുറാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഴുവൻ ലോക്സഭാ സീറ്റുകളിലും 3 നിയമസഭാ സീറ്റുകളിലും തിരഞ്ഞെടുപ്പിൽ ഇത്തവണ ബിജെപി മത്സരിക്കും. ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള ശക്തമായ പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മോദി വീണ്ടും പ്രധാനമന്ത്രി പദത്തിലെത്തിയാൽ പാർട്ടി അധ്യക്ഷൻ അമിത് ഷാ ആയിരിക്കും ആഭ്യന്തരമന്ത്രി. അമിത് ഷാ ഇതുവരെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല. LK അഡ്വാനിയുടെ മണ്ഡലമായിരുന്ന ഗാന്ധിനഗറിൽ നിന്നുമാണ് അമിത് ഷാ ഇത്തവണ മത്സരിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. അമിത് ഷാ അടുത്ത ആഭ്യന്തരമന്ത്രിയായാൽ രാജ്യത്ത് സംഭവിക്കുന്ന കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ കേജ്രിവാൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അമിത് ഷാ ആഭ്യന്തരമന്ത്രി ആവുകയാണെങ്കിൽ ഗോവയിലെ സാമ്പത്തിക വ്യവസ്ഥിതി തകർന്നു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗോവയിൽ ഇതുവരെ ആൾക്കൂട്ട കൊലപാതകം നടന്നിട്ടില്ല. ബിജെപി തിരിച്ച് അധികാരത്തിലെത്തിയാൽ ഗോവയിലെ സ്ഥിതി മാറും. വിദേശികൾ ഏറെ എത്തുന്ന സ്ഥലമാണ് ഗോവ. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഗോവയിൽ ഉണ്ടായാൽ വിദേശ സഞ്ചാരികൾ എത്തുന്നത് കുറയുമെന്നും അത് സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുമെന്നും കേജ്രിവാൾ പറഞ്ഞു. ഇന്ത്യയെയും ഭരണഘടനയെയും സംരക്ഷിക്കുകയാണ് ആവശ്യം. ഹിറ്റ്ലർ ജർമ്മനിയിൽ ചാൻസലറായി അധികാരത്തിലെത്തിയപ്പോൾ 3 മാസം കൊണ്ട് അദ്ദേഹം തിരഞ്ഞെടുപ്പും ഭരണഘടനയും പാടെ മാറ്റി. ഈ മാതൃക തന്നെയാണ് ബിജെപിയും പിന്തുടരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്തിടെ മോദി വീണ്ടും അധികാരത്തിലെത്തണമെന്നും അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുമെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് ഇമ്രാൻഖാൻ ഇങ്ങനെ പറയുന്നതെന്നും മോദി വിജയിക്കാൻ ഇമ്രാൻ ആഗ്രഹിക്കുന്നത് എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.